തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴി മുറിക്കൽ ആരംഭിക്കും. കളക്ടറുടെ നേതൃത്വത്തിലാകും നടപടി. മുതലപ്പുഴയിൽ പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്നാണ് സമരസമിതിയുടെ തീരുമാനം. അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കാതെ പൊഴി തുറക്കാൻ പാടില്ല എന്നാണ് സമരസമിതിയുടെ തീരുമാനം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയിൽ പൊഴി മുറിക്കൽ നടപടികളിലേക്ക് കടക്കും എന്ന് മന്ത്രി പറയുകയുണ്ടായി. പൊഴി മുറിക്കേണ്ടത് ആവശ്യമാണ്, ഇല്ലെങ്കിൽ പല കുടുംബങ്ങളും വെള്ളത്തിനടിയിലാകും എന്നൊരു അഭിപ്രായമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടത്താതെ പൊഴി തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് സമരസമിതി നീങ്ങുന്നത്. എന്തായാലും ഇന്ന് എങ്ങനെയായിരിക്കും ഈ പൊഴി തുറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുക? അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ സർക്കാർ തീരുമാനം? രോഹിണി, നിലവിൽ പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. സർക്കാർ പറയുന്നത് ഈ പൊഴി അടിയന്തരമായി മുറിച്ചില്ലെങ്കിൽ പലയിടങ്ങളിലും 5 പഞ്ചായത്തുകളിലും വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പൊഴി മുറിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ പൊഴി മുറിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഈ അധികൃതരും പറയുന്നത്. കളക്ടറുടെ സാന്നിധ്യത്തിൽ ആയിരിക്കും ഈ പൊഴി മുറിക്കൽ നടപടി തുടങ്ങുക. പോലീസ് സന്നാഹമടക്കം വലിയ പോലീസ് സന്നാഹമടക്കം ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി പൊഴി മുറിക്കൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഇവിടെ വലിയ ജനക്കൂട്ടം നമുക്കിവിടെ കാണാൻ കഴിയും. പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ, ഇവിടേക്ക് മത്സ്യത്തൊഴിലാളികളെല്ലാം കൂട്ടമായി ഇങ്ങോട്ടേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ അവർ തന്നെ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഈ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കിയെങ്കിൽ മാത്രമേ ഈ പൊഴി മുറിക്കുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ എന്നാണ് ഈ സമരസമിതി നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. നമുക്കിപ്പോൾ സമരസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, ഈ പൊഴി മുറിക്കുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുവാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലും ഇത് തന്നെയാണ് തീരുമാനിച്ചത്. അവർ പറയുന്നത് ഈ 5 പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറാനൊരു സാധ്യതയുണ്ടെന്നാണ്. അത് മുന്നിൽ കൊണ്ടുകൊണ്ടാണ് പൊഴി മുറിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സാധ്യതകളും കാണുന്നുണ്ട്. പ്രതിഷേധമെന്ന് പറഞ്ഞാൽ നമ്മളുടെ അവകാശങ്ങൾ അവർ സംരക്ഷിക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് പട്ടിണിയിലാണ്. ഇപ്പോൾ 2 ആഴ്ച ഉണ്ട്. അപ്പോൾ നമുക്കൊരു ശാശ്വതമായ പരിഹാരം കാണാതെ അവരിപ്പോൾ 2 ദിവസം വെള്ളം ഒന്ന് മുകളിലോട്ട് പൊങ്ങിയതിൻ്റെ പേരിലാണ് പൊഴി മുറിച്ചു വിടണമെന്നുള്ള പ്രശ്നമായിട്ട് അവർ ഉന്നയിച്ചിരിക്കണം, മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ കാണണം. ശാശ്വതമായ പരിഹാരം കാണണം. ആദ്യം ഈ മണ്ണ് അടിഞ്ഞു കൂടാതിരിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കണം. ആദ്യം ഒരുക്കേണ്ട അതാണ്. രണ്ടാമതാണ് മണ്ണ് നീക്കേണ്ടത്. ആദ്യം ഇവർ ഈ ട്രെജർ ഇത് കൊണ്ടുവന്ന് മണ്ണ് അടിച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ചയിൽ കൂടുതലായി. ഇതുവരേക്കും ഈ 10-1 ഭാഗം മണ്ണ് പോലും ഇവർക്ക് അടിച്ചു മാറ്റാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നടക്കുന്നത് ഒരു പ്രഹസനമാണത്, നമ്മളെ പറ്റിക്കലാണിത്. ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് എത്രയും പെട്ടെന്ന് ഈ മണ്ണ് നീക്കം ചെയ്യണം. ഞങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. മത്സ്യത്തൊഴിലാളികളെല്ലാം കണ്ണീരിലാണ്, ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലാണ്. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് പട്ടിണി മരണങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ശക്തമായ ഒരു നടപടി ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. ഇത് ഞങ്ങളുടെ ഒരു പ്രതിഷേധമാണ്. ഇത് ഞങ്ങളൊരു പ്രതിഷേധമായിട്ട് കണക്കാക്കിയാൽ മതി. ഇതിന് എങ്ങനെയെങ്കിലും ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡ്രഡ്ജിംഗ് പുരോഗമിക്കുന്നുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. പുരോഗമിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. ഇത് പിന്നെ ചെറിയ കായലുകളിൽ കൊണ്ടിട്ട് ഡ്രഡ്ജ് ചെയ്യുന്ന സാധനമാണ്. ഇത് വലിയ മിഷൻ കൊണ്ടുവരണം. ഇത് ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ 1 വർഷത്തോളം പിടിക്കും. ഈ മണ്ണ് ഇത്രയും നീക്കം ചെയ്യും, നിങ്ങൾ കാണുന്നതാണ്. ഈ മണ്ണ് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 വർഷത്തോളം പിടിക്കും. അപ്പോൾ ഇത് ഈ ചെറിയ ട്രെജർ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് വലിയ മിഷനുകൾ തന്നെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ഒരുക്കണം ഗവൺമെൻറ്. ഈ മണ്ണ് കടിഞ്ഞു കൂടാതിരിക്കാനുള്ള സംവിധാനം ആദ്യം ഒരുക്കേണ്ടത്. പാറകൾ കൊണ്ടുവന്ന് ഒരു 200 മീറ്ററെങ്കിലും ഉള്ളിലോട്ട് അടിക്കണം. അടിച്ച് നിർത്തുമ്പോഴത്തേക്ക് ഈ മണ്ണ് കയറാതിരിക്കും. ഇനിയിപ്പോൾ കാലവർഷം വരാൻ പോവുകയാണ്. കാലവർഷം വരുമ്പോഴത്തേക്ക് നല്ല കടലാക്രമണം ഉണ്ടാകും. അപ്പോഴത്തേക്ക് ഒരുപാട് ഇതിനേക്കാൾ മണ്ണ് കൂടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എത്രയും ഉചിതമായ നടപടി എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരാവശ്യം, നിങ്ങളുടെ പട്ടിണി മരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞത് കൊല്ലത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാനുള്ള സൗകര്യം ഉറപ്പാക്കും. അതിനു വേണ്ടിയിട്ട് കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സൗകര്യം കൊല്ലത്തെ 2 ഹാർബറുകളായിട്ട് ഒരു സൗകര്യം ഉറപ്പാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മന്ത്രിക്ക് പറയാം, മന്ത്രിക്ക് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാം. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഈ കൊല്ലത്ത് പോയി അനുഭവിച്ചത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കൊല്ലത്ത് നമുക്ക് അനുഭവം ഒരുപാടുണ്ട്. അതിപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എങ്കിലും പറയാണ്, അവിടെ പോയി നമുക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ല. താൽക്കാലികം 1 ദിവസമോ 2 ദിവസമോ നമുക്ക് ഈ ഹാർബറിൽ കയറാൻ പറ്റാത്ത കടലാക്ഷോഭം കൊണ്ട് നമുക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ മാത്രമേ നമുക്ക് കൊല്ലം ആശ്രയിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ നമുക്ക് കൊല്ലത്ത് പോയി നിത്യേന പണിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെയാണ് പണിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് പരിഹാരം കാണേണ്ടത്. അല്ലാതെ മന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും കൊല്ലത്ത് പോകുമെന്ന് പറയുന്നത് നല്ലൊരു നടപടിയല്ല അത്.
ഈ കടലാക്രമണം അടക്കം വന്ന് ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ട സ്ഥലമാണ് മുതലപ്പുഴി. മാത്രമല്ല നേരത്തെ തന്നെ മുമ്പ് തന്നെ നിങ്ങൾ പല ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സർക്കാരിനോട്, ഇത്തരത്തിൽ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. എന്നാൽ ഈ കാലം ഇത്ര പിന്നിടുമ്പോഴും ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. കാണുന്നില്ല. ഇതിപ്പോൾ ഒരുപാട് 7 വർഷത്തോളമായി. 7 വർഷത്തോളം കൊണ്ട് ഇവിടെ ഒരു 70 ഇപ്പം നിങ്ങളടങ്ങുന്ന ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന ഈ സ്ഥലം നല്ല 6 മീറ്ററോളം താഴ്ചയുള്ള സ്ഥലമാണ്. 75ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇത് ഗവൺമെൻറ്റിന് നല്ലപോലെ അറിയാം. ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ അതാത് പ്രധാനപ്പെട്ട മന്ത്രിമാർ വരികയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അവർ ആവശ്യം കഴിഞ്ഞ് പോവുകയും അടുത്ത മരണം നടക്കുമ്പോൾ പിന്നെയും അവർ ഓടി വരികയും പിന്നെയും സംസാരിക്കുകയും പോവുകയും. ഇതല്ലാതെ ഇവിടെ ശാശ്വതമായൊരു പരിഹാരം ഇതുവരെയ്ക്കും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് മുന്നിലെടുത്തുകൊണ്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ സൈന്യമാണെന്നൊക്കെ ഘോരം പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടി ഇതുവരെയ്ക്കും ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഈ മണ്ണ് നീക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കണം. ഞങ്ങൾ ഈ പൊഴി മുറിക്കുന്നതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇന്ന് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് പൊഴി മുറിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട്. അത് ഇനി അവർ വന്ന് എന്താണെന്നുള്ളത് അവരെ നടപടി എന്താണെന്നുള്ളതിൽ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതിഷേധം ഉണ്ടാവും. ഏതായാലും ഇത്രയും മത്സ്യത്തൊഴിലാളികൾ ഒന്നും കൂടെയല്ല, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെ പേരിലാണ് അവരിങ്ങനെ ഒരു നടപടി. 2 ദിവസം വെള്ളം കയറിയതിൻ്റെ പേരിലാണ് ഈ പൊഴി മുറിക്കണമെന്ന് പറഞ്ഞ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ തടയുക തന്നെ ചെയ്യും. അതിന് രോഹിണി, അത് തന്നെയാണ് തടയാൻ ഉള്ളൊരു തയ്യാറെടുപ്പിൽ കൂടിയാണ്. കാരണം ഇത്തരത്തിൽ ഇവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ആ ആവശ്യങ്ങൾക്ക് മേൽ അംഗീകരിക്കാത്ത സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഈ പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാതെ, മണൽ നീക്കം പൂർണ്ണമായിട്ടും നീക്കം ചെയ്തുകൊണ്ടൊരു ശാശ്വത പരിഹാരം ഉറപ്പാക്കാതെ ഉള്ള ഒരു പൊഴിമുറയ്ക്കൽ നടപടി അംഗീകരിക്കില്ലെന്നാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. ഒരു സംയുക്ത സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവർ ഈ സ്ഥലത്ത് ഈ മണലടിഞ്ഞുകൂടിയ ഈ ഭാഗത്ത് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലും ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്തേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ഉണ്ടാകുമെന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പൊഴി മുറിക്കുന്ന ഒരു നടപടിയിലേക്ക് അത് കടക്കുകയാണെങ്കിൽ ആ പ്രതിഷേധിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ അവർ പറയുന്നത്. കാരണം അവരുടെ അതായ കാര്യങ്ങൾ ഈ സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. കൊല്ലത്തേക്ക് പോകണം എന്നടക്കമുള്ള മത്സ്യബന്ധനത്തിനടക്കം കൊല്ലത്ത് ബീച്ച്, 2 ബീച്ച്, ജോനകപ്പുറം അടക്കമുള്ള 2 ബീച്ചുകളെ ആശ്രയിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്താമെന്ന ഒരാവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിനോട് ആ ആവശ്യം അംഗീകരിക്കാനും കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കാരണം പ്രത്യേകിച്ച് കൊല്ലത്തേക്ക് പോകുമ്പോൾ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. 200-ലധികം വലിയ ബോട്ടും 1000-ലധികം വരുന്ന ചെറിയ ബോട്ടുകളുമാണ് ഇവിടെ ഈ മുതലപ്പുഴയിൽ മത്സ്യബന്ധനം നടത്തുന്നത്. ഇത്രയും ബോട്ടുകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് കൊല്ലം മേഖലയിലോ അല്ലെങ്കിൽ മറ്റൊരു ഹാർബറിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഇത്തരം അവരുടെ മത്സ്യബന്ധനത്തെ ബാധിക്കുമെന്നതുകൊണ്ട് അവരും പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രായോഗികമായ സമീപനമല്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പ്രായോഗികമായ സമീപനം അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ ഇവിടെ ഈ ഡ്രഞ്ചിങ് അടക്കം നടത്തിക്കൊണ്ട് പ്രത്യേകം യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യക്ഷമമാക്കിയാൽ മാത്രമേ ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയൂ എന്നാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. അതിന് നിലവിൽ ഡ്രഞ്ചിങ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഡ്രഞ്ചിങ് കാര്യക്ഷമമല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ചെറിയ ഒരു യന്ത്രം ഉപയോഗിച്ചാണ് ഡ്രഞ്ചിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ യന്ത്രം ഉപയോഗിച്ചുള്ള ഡ്രഞ്ചിങ് നടക്കുകയാണെങ്കിൽ ഇനിയും മാസങ്ങളോളം ഇവിടെ നിന്ന് മണൽ നീക്കം ചെയ്യുന്നതിന് മാസങ്ങളോളം എടുക്കും. അതുകൊണ്ട് തന്നെ ആ നടപടി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, ഇവർക്ക് പട്ടിണി അടക്കമുണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയതിനു ശേഷം പൊഴിമുറിക്കൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ, അതായത് ഒരു സംഘർഷ സാധ്യതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൻ്റെ സാധ്യതകളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പ്രതിഷേധ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ പോലീസ് അടക്കമുള്ളവർ എത്തിക്കുകയും ചെയ്തു. ചേട്ടാ, എങ്ങനെയാണ് പ്രതിഷേധ സാധ്യതകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, ഈ പൊഴിമുറിക്കൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്? മുറിക്കൽ നടപടി നടക്കുന്നതെന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികളും കൂടെ തീരുമാനിക്കണ്ടേ. അവരുടെ മത്സ്യകൃഷി മാത്രം സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രിക്ക് ഇപ്പോൾ വലിയ തിടുക്കമാണല്ലോ. അപ്പോൾ 78ഓളം ജീവൻ പൊലിഞ്ഞ സമയത്ത് ഈ മന്ത്രിമാരൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. ഈ 78 പേര് മരിച്ചതിൻ്റെ പുറത്താണ് ഞങ്ങൾ ചവിട്ടി നിൽക്കുന്നത്. ഈ മണൽ മൊത്തം ഇവിടെ കൂടാനുള്ള കാരണം എന്താണ്? അത് അധികാരികളുടെ അനാസ്ഥയാണ്. ശാസ്ത്രീയമായ രീതിയിൽ ഈ ഹാർബർ ഉണ്ടാക്കാത്തതിൻ്റെ പറ്റിലാണ് ഈ അവസ്ഥയിൽ സംഭവിച്ചത്. ഞങ്ങളിപ്പോൾ ആഴ്ചകളോളം മാസങ്ങളോളം ഞങ്ങൾ പട്ടിണിയിലാണ്. എന്ത് തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തത്? ഇതിൻ്റെ അധികാരികൾ എന്ത് തീരുമാനമാണ് എടുത്തത്? അപ്പോൾ ഇത്
പൊഴി മുറിക്കുന്നുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് മാത്രമേ അവർക്ക് സാധിക്കൂ. അല്ലാത്ത രീതി നടക്കൂല. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണം. എന്നിട്ടേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. പൊഴി മുറിക്കലല്ലാതെ വേറൊരു പരിഹാരം നിലവിലില്ലെന്നാണ്. ശാശ്വത പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ അത്യാധുനിക സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇത് നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അദാനിക്ക് ഇതിൻ്റെ ഉള്ള സാധനങ്ങളുണ്ട്. ഹൈടെക് പിന്നെ അന്താരാഷ്ട്ര തുറമുഖം പിന്നെ അദാനി ഉണ്ടാക്കിയില്ലേ, അവർക്ക് അതിൻ്റെ സജ്ജീകരണങ്ങളില്ലേ. അദാനി തരാനുള്ള പൈസ മാറ്റിട്ടാണല്ലോ അവരിത് ചെയ്യുന്നത്. അപ്പോൾ ആ പൈസയ്ക്ക് അവൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇത് ട്രക്ക് ചെയ്തൂടെ? ഇവർ എഴുതി വെച്ചത് എല്ലാ വർഷവും പിന്നെ 3 മാസം തുടർച്ചയായത് ഡ്രഡ്ജ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഈ പിന്നെ ഇതിൻ്റെ എഗ്രിമെൻ്റ് എഴുതിയത്. അദാനിയുടെ കാര്യം കഴിഞ്ഞ് അദാനി പോയി. ഇനി അദാനിനെ പഴി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം? അതുകൊണ്ട് ഇതിന് അടിയന്തരമായിട്ടുള്ള നടപടിയെടുത്ത് ഡ്രഡ്ജിങ് ചെയ്ത് ഈ മണൽ മാറ്റിയതിന് ശേഷമല്ലാത്ത രീതി മത്സ്യത്തൊഴിലാളികൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. പല സ്ഥലങ്ങളിലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പൊഴി മുറിക്കുന്നതെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കം പറഞ്ഞത്. പല സ്ഥലത്ത് ഈ പിന്നെ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മരിച്ചതിൽ അവർക്കൊരു സങ്കടമില്ലേ? 78 ജീവനൂടെ പൊരിഞ്ഞിട്ട് മന്ത്രിസഭയ്ക്കൊന്നും ഒരു തീരുമാനമായിട്ടില്ലേ? അപ്പോൾ അവിടെ മത്സ്യകൃഷി നഷ്ടം വരുന്നത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബുദ്ധിമുട്ട് ആർക്കെടുത്ത് പറയും? രോഹിണി, അതുതന്നെയാണ് അതിവൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. കാരണം അവരുടേതായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ നിറവേറാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരം ഈ നടപടികൾ ഉണ്ടാകുന്നതെന്നൊരു വൈകാരികമായ പ്രതികരണങ്ങളുമുണ്ട്. ഇത് നേരത്തെ തന്നെ പലതവണ ഇവർ അറിയിച്ചിരുന്നു. ഈ മണൽ ഹാർബറിലേക്ക് കയറുന്ന മണൽ നീക്കം നടത്തണം, കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ തങ്ങളുടെ ജീവനെ ബാധിക്കും, ജീവിതത്തെ ബാധിക്കുമെന്നെല്ലാം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മണൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പാളിച്ചകൾ പറ്റുകയും ഈ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് നീക്കം ചെയ്തുകൊണ്ടൊരു നടപടിയിലേക്ക് കടക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതുമില്ല. അതോടെയാണ് ഇത്തരത്തിൽ ഈ സ്ഥലത്തേക്ക്, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വലിയ ഒരു ഈ ഹാർബറിന്റെ ഭാഗമായിട്ട് നിന്ന വലിയ വള്ളങ്ങളടക്കം പോകുന്ന സ്ഥലമായിരുന്നു. നിരവധി ജീവനുകൾ പൊലിഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഈ സ്ഥലത്ത് ആണ് മണൽ നീക്കം ചെയ്തുകൊണ്ട് ഈ വള്ളം ഇറക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നേരത്തെ തന്നെ പല സമയത്തും വേലിയേറ്റങ്ങളടക്കം ഉണ്ടാകുമ്പോൾ വള്ളങ്ങൾ മറിഞ്ഞുകൊണ്ട് ആളുകൾ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ നേരത്തെ തന്നെ പലതവണ ഉന്നയിച്ചതാണ്. എന്നാൽ അത്തരം സമീപനങ്ങളോ ഒന്നും ഈ സർക്കാർ സ്വീകരിക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും മണൽ ഇവിടെ ഇങ്ങനെ വലിയ രീതിയിൽ അടിഞ്ഞുകൂടുകയും ചെയ്തു. നമുക്കിവിടെ ഒരു കാണാൻ കഴിയും, വലിയ മണൽ മല തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം നീക്കം ചെയ്ത മണൽ ഇവിടെ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ നീക്കം ചെയ്യുന്ന മണലുകളെല്ലാം നീക്കി ഇതിനെ പൂർവ്വസ്ഥിതിയിൽ, അതായത് നേരത്തെ വള്ളമിറങ്ങുന്ന സ്ഥിതിയിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കിയെടുക്കാൻ തന്നെ മാസങ്ങൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ മാസങ്ങളോളം അപ്പോൾ ഈ പൂർണ്ണമായും മണൽ നീക്കി അല്ലെങ്കിൽ ഈ മണൽ നീക്കം സാധ്യമായതിനു ശേഷം മാത്രമേ മത്സ്യബന്ധനത്തിന് വിടുന്ന വള്ളങ്ങൾ പുറത്തേക്ക് കടലിലേക്ക് ഇറക്കാനും സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ കാലങ്ങളോളം, അതായത് മാസങ്ങളോളം ഇവർ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥയും വരും. മറ്റ് ഒരു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഇതെല്ലാമാണ് ഇപ്പോൾ പ്രതിഷേധത്തിനിടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊഴി മുറിക്കുന്നെങ്കിൽ, ആ പൊഴി മുറിക്കൽ നടപടികളിലേക്ക് കടക്കുന്നെങ്കിൽ അത് ഇവിടുത്തെ മണൽ നീക്കം കൂടി സാധ്യമാക്കിക്കൊണ്ട് വള്ളങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യം കൂടി ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ ജീവനോപാധി അല്ലെങ്കിൽ ഇവരുടെ ജീവിതം നിറവേറ്റുവാനുള്ള ആവശ്യങ്ങൾ കൂടി നിറവേറ്റിക്കൊണ്ടെങ്കിൽ മാത്രമേ ഈ പൊഴിമുറിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പൊഴിമുറിക്കൽ നടപടിയിലേക്ക് കടക്കാവൂ എന്നതാണ് ഈ മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാരും കടക്കുമെന്നാണ് അറിയിച്ചത്. കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും ഇത് തന്നെയാണ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത്. ആ യോഗത്തിലും ഇത് തന്നെയാണ് ഉന്നയിച്ചത്. എന്തായാലും 10 മണിയോട് കൂടി തന്നെ ഈ പൊഴിമുറിക്കൽ നടപടികളിലേക്ക് കടക്കും. ജില്ലാ കളക്ടറുടെ അടക്കം സാന്നിധ്യത്തിലായിരിക്കും ഈ പൊഴിമുറിക്കൽ നടപടികളിലേക്ക് കടക്കുക. പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസും അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധക്കാരും ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതീക്ഷിക്കാം. പൊഴിമുറിക്കൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതീക്ഷിക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പൊഴി മുറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അധികൃതർ കടക്കുകയും ചെയ്യും. മത്സ്യത്തൊഴിലാളികളും അതിവൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വലിയ രീതിയിൽ ഈ സ്ഥലത്തേക്ക് തടിച്ചു കൂടുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനൊരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. എന്തായാലും വലിയ സംഘർഷ സാധ്യത കൂടി തള്ളിക്കളയാനാകില്ല. ഈ സമരസമിതി അടക്കം പറയുന്നതും സമരസമിതിയുടെ ആവശ്യവും ഇത് തന്നെയാണ്. ഇവരുടെ ആവശ്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ആശങ്ക. കാരണം മുതലപ്പുഴയിൽ പൊഴി മുറിക്കൽ നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ
ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കാതെ പുഴി തുറക്കാൻ പാടില്ല എന്നാണ് സമരസമിതിയുടെ തീരുമാനം. എന്തായാലും 10 മണിയോടുകൂടിയായിരിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ സംഘം പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.